എറണാകുളം കിഴക്കമ്പലം ബസ് സ്റ്റാൻഡ് പോലീസ് സംരക്ഷണയിൽ നവീകരിക്കാനുള്ള നടപടികൾ നിർത്തിവെച്ചു. സിപിഎം നൽകിയ ഹർജി നാളെ പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചത്. കോടതി വിധി നടപ്പിലാക്കാൻ പോലീസ് കൂട്ടുനിൽക്കുന്നില്ല എന്ന് പഞ്ചായത്ത് ഭരണസമിതി ആരോപിച്ചു. 4 വർഷം മുൻപാണ് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറ്റാൻ സാധിക്കുന്നില്ലെന്ന് ആരോപിച്ച് സിപിഎം ബസ് സ്റ്റാൻഡിനകത്ത് താൽക്കാലിക ഷെൽട്ടർ സ്ഥാപിച്ചിരുന്നു. ഇതിനെതിരെ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് നൽകിയ ഹർജിയിലാണ് പോലീസ് സംരക്ഷണയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ കോടതി ഉത്തരവിട്ടത്. ജനാധിപത്യത്തിനുമേൽ ആൾക്കൂട്ടാധിപത്യം അനുവദിക്കാനാവില്ല എന്ന് കോടതി പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് പഞ്ചായത്തും ബസ് സ്റ്റാൻഡിന് ചുറ്റും താൽക്കാലിക ബാരിക്കേഡ് നിർമ്മിക്കുകയും പോലീസ് സംരക്ഷണയിൽ നവീകരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ കിഴക്കമ്പലം SHOയുടെ നേതൃത്വത്തിൽ പോലീസ് സന്നാഹം സ്ഥലത്തെത്തിയിരുന്നു. താൽക്കാലിക ഷെൽട്ടർ പൊളിച്ചാൽ തടയാൻ CPM പ്രവർത്തകരും എത്തി. തുടർന്നാണ് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ CPM നൽകിയിരിക്കുന്ന ഹർജി കൂടി പരിഗണിച്ച ശേഷം താൽക്കാലിക ഷട്ടർ പൊളിച്ചാൽ മതിയെന്ന് പോലീസ് തീരുമാനിച്ചത്. ഉത്തരവ് നടപ്പാക്കാനെത്തിയ മജിസ്ട്രേറ്റും പോലീസ് സംഘവും തുടർന്ന് മടങ്ങി. കോടതി വിധി നടപ്പാക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും ഗുണ്ടകളെ പോലെയാണ് CPM പ്രവർത്തിക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിച്ചു. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചും നമ്മൾ 2020 ഭരണത്തിൽ വരുന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് പൊതുജനങ്ങളിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ തടസ്സം ഇട്ടുകൊണ്ട് വരുന്നത്. ഈ ബസ് സ്റ്റാൻഡ് പണിയതിന് മുൻപ് ഇതുപോലെ തന്നെ സമരമായിരുന്നു. അപ്പോൾ എവിടെയാണോ പഞ്ചായത്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളെല്ലാം ഇതുപോലെ ഗുണ്ടായിസം കാണിക്കുക. നാളെയാണ് CPM നൽകിയ തടസ്സ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നത്. മീഡിയ 1 കൊച്ചി.